ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ ഇന്നും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പനീർ നട്ടർ മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അനിയത്തി ഇതേ പ്രസവ വേദന വന്നിട്ട് നിൽക്കിയിരുന്നു കേട്ടോ. അതായത് രാവിലെ എണീറ്റപ്പോൾ അവൾക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് പ്രസവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു കറി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഉണ്ടാക്കി പകുതിയായപ്പോഴാണ് ഇത് പ്രസവിക്കാനുള്ള വേദന തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ എനിക്ക് ഈ വീഡിയോ മുഴുവനാക്കാൻ വേണ്ടി അവളെ പ്രസവിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി ആകെ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഏതായാലും നമ്മൾ പനീറൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത ശേഷം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓളി വീഡിയോ കാണുമ്പോൾ അഴിൻപടി കള്ളത്തി ഞാൻ പ്രസവിക്കാൻ മുട്ടി നടക്കുമ്പോൾ എനിക്ക് ഇതേനില്ല പണിയെന്ന് വിചാരിക്കേക്കണം. ഏതായാലും ഓള് കാണും ചെയ്യും, എന്താ ചെയ്യുക. ഏതായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തതല്ലേ. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഫിനിഷ് ചെയ്ത് എടുത്ത് ചായയും കുടിച്ച ശേഷം കേട്ടോ ഓളെ പ്രസവിക്കാൻ കൊണ്ടുപോയത്. അന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഓള് പ്രസവിച്ചും ചെയ്തു. അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി മസാല ഒക്കെ ഇട്ട ശേഷം അതൊന്ന് ചൂടാറി മിക്സിയിലിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരക്കുന്നതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിടുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആവും. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പനീറും പിന്നെ കുറച്ച് നട്ടർ, അതായത് നമ്മുടെ പട്ടാണിക്കടല അത് വേവിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇടണം, പിന്നെ കസൂരി മേത്തി, ഇത്ര റോസ്മേരിയും അതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതും കൂടെ ഇട്ട് കൊടുത്താണ്. ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്ത ശേഷം ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കറി ഓഫാക്കാൻ നേരത്ത് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പം പുതിനയൊക്കെ ഇട്ട് ഓഫാക്കാം. ഈ സമയത്തായപ്പോഴത്തേക്കൊക്കെ പ്രസവം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൂടെ എന്താണ് ഇവിടെ പ്രസവം ഇവിടെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത വീഡിയോ അല്ലേ വെച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യണേ. അങ്ങനെ ഇതെല്ലാം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളപ്പമാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ വെള്ളപ്പവും ഇതും കൂടെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹോസ്പിറ്റലിലെത്തി ഉച്ചയായപ്പോഴത്തേക്ക് സംഭവം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടേ ഇല്ല ഈ വീഡിയോ എടുത്ത് മുഴുവനാക്കാൻ വേണ്ടി. ഞാൻ ആ തിരക്കിനിടയിൽ കൂടെ വീഡിയോ എടുത്ത് മുഴുവനാക്കിയ വിവരം. അങ്ങനെ ഏതായാലും പ്രസവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുവാവനെ കണ്ട് മുട്ടായൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇതേ ആ കുഞ്ഞുവാവത് ഇത്ര വലുപ്പമായി. അതായത് 4 months ആയപ്പോഴാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണതും ഇടുന്നതും. ഇപ്പോഴാണ് അവൾ അറിയാൻ പോണത് അവൾക്ക് പ്രസവവേദന. അപ്പോൾ എനിക്ക് വീഡിയോ മുഴുവനാക്കണ തിരക്കേനി എന്നുള്ളത്. ഏതായാലും വീഡിയോ നമ്മൾ സ്ഥിരം ഇടും പോലെ ഇടുക എന്നല്ലാതെ ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് പല സാഹചര്യങ്ങളിലും കുറേ എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോ റെഡിയാക്കുന്നത്. പക്ഷെ ആര് കാണാനെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ അവസ്ഥ എന്നും. അങ്ങനെ ഇത് ഇപ്പോൾ ഈ അനിയത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ കുറേ ആയി പിൻട്രസ്റ്റിൽ ഇങ്ങനെ ഒരു കേക്ക് കാണുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് മോഡലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞ് കുട്ടിക്ക് ഇപ്പോൾ 4ാമത്തെ മാസം റണ്ണിങ്ങുമാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് അന്ന് പ്രസവിക്കുമ്പോൾ എടുത്ത നമ്മൾ പനീർ മട്ടർ മസാലൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് പങ്ക്ച്വലാണ് ഞാൻ വീഡിയോ ഇടുന്ന കാര്യത്തിലും. അങ്ങനെ ഏതായാലും നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് കുറേ ദിവസം വീണ്ടും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നതിലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.